നമസ്കാരം. ഋതുവിഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കുഴികൾ ഇനി ആരടയ്ക്കും? കൊല്ലം ചടയമംഗലത്ത് റോഡിൽ അപകടമുണ്ടാക്കുന്ന കുഴികൾ അടയ്ക്കാതെ അധികാരികൾ. ചടയമംഗലം ജംഗ്ഷനിലാണ് വളരെ അപകടകരമായ കുഴികൾ രൂപപ്പെട്ടത്. ദിവസേന ബൈക്ക് യാത്രികർ ഉൾപ്പെടെ നിരവധി ആളുകളാണ് അപകടത്തിൽപ്പെടുന്നത്. ജനങ്ങൾ വാഴ വെച്ച് വരെ പ്രതിഷേധിച്ചു. മനഃപൂർവ്വം നന്നാക്കില്ലെന്ന വാശിയിലാണ് അധികാരികൾ. ജനങ്ങളുടെ ജീവന് അല്പമെങ്കിലും വില കൽപ്പിക്കുന്നെങ്കിൽ ഈ കുഴികൾ അതിവേഗം അടയ്ക്കണം സാറേ. വാർത്തയിലേക്ക്. ഞാനിപ്പോൾ ചടയമംഗലം പട്ടണത്തിന് നടുവിലാണ് നിൽക്കുന്നത്. വളരെ ഗുരുതരമായ അധികാരികളുടെ അനാസ്ഥ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്കറിയാം, മഴ സീസണാണ് എങ്കിലും ഈ ചടയമംഗലം പട്ടണത്തിന്റെ സെൻട്രൽ പാർട്ടാണ്. ഇവിടെ അഗാധമായ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. നിരവധി വാഹനങ്ങൾ രാത്രി സമയങ്ങളിൽ പോലും അപകടത്തിൽപ്പെടുന്നു. അടിക്കടിയായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ കണ്ടിട്ടും അധികൃതർ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷമകരമായ ഒരു വസ്തുത. വലിയൊരു കുഴിയാണ്. ഇപ്പോൾ ഒരു പോലീസ് വാഹനം കടന്നുപോയേ ഉള്ളൂ. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ ഈ കുഴിയിൽ വീണ് രാത്രികാലങ്ങളിൽ അപകടത്തിലെത്തുന്നു. പഞ്ചായത്ത് ആരും ഒന്നും ചെയ്യില്ല. ഒരു ക്യാമറമാൻ പറഞ്ഞു, ക്യാമറമാനെന്ന് അറിയില്ല, ഏത് വിഷയമാണെന്ന് അറിയത്തില്ല. എന്നാലും ചടയമംഗലം ജംഗ്ഷന് സമീപം വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അധികാരികൾ ആ ഗർത്തം അടയ്ക്കണമെന്ന്. ഈ കുഴിയെന്ന് പറയുന്നത് ഇവിടെ സ്ഥിരമായി കുറേ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ രൂപപ്പെടുന്നതാണ്. ഇതിവിടെ നോക്കാനോ കാണാനോ ഒരു അധികാരികളുമില്ല. ഇവിടെ വന്നിട്ട് ചെറുപ്പക്കാർ ബൈക്കിൽ വീണതിന് ശേഷം അവരുടെ ഹെൽമെറ്റ് വരെ പൊട്ടിയതാണ്. അങ്ങനെ കൂടെ വരിക, ഇത് പിന്നെ വല്ല മണ്ണോ എന്തെങ്കിലും ഇട്ടിട്ട് നികത്തുക, 5-6 മെറ്റിൽ കൊണ്ടുവന്ന് ഇച്ചിരി പാറപ്പൊടി ഇട്ട് ചെയ്തിട്ട് പോവുക. ഇത് കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വർഷങ്ങളായി. ഇതൊന്നുമില്ല, തുടങ്ങിയതല്ല. ഇതിപ്പോൾ ഒരു വലിയ ഏതെങ്കിലും ആക്സിഡൻറ്റ് കൂടെ വരും. പലരും വീണിട്ടുള്ളതാണ്. വരുന്ന വണ്ടികളെല്ലാം പടപടാന്നാണ് അവിടെ വീഴുന്നത്. അത് കണ്ടാലറിയാം, അവിടെ നോക്കിക്കൊണ്ട് നിന്നാൽ അറിയാം. വരുന്ന വണ്ടികളെല്ലാം അവിടെ വീണ് അതിൻ്റെ പ്ലേറ്റ് ഓടിയുന്നുണ്ട്, ആൾക്കാരുടെ നടു ഓടിയുന്നുണ്ട്. ആര് ചോദിക്കാനും പറയുന്നിരിക്കുന്നത്? ഞങ്ങളൊക്കെ 40 കൊല്ലം കൊണ്ട് ഇവിടെ വണ്ടി ഓടുന്നവരാണ്. നമ്മളിത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്.